morning to all. Good morning to all. We have discussed the applications of economic theories in decision-making process. Yesterday, we discussed the decision-making and decision-making theories. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക് തിയറീസ് ഡിസിഷൻ മേക്കിങ്ങിന്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് ഏതൊക്കെ എക്കണോമിക് തിയറീസാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്കണോമിക് തിയറീസിൻ്റെ അപ്ലിക്കേഷൻ എന്താണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ എന്നുള്ളതാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. First one, selection of products. The management has to select that product which yields maximum profit or that incurs minimum cost. In taking such a decision, managerial analysis is very useful. Under this theory, additional revenue is compared with additional cost, where the objective is to maximize the profit. This goal will be reached when the additional revenue and additional cost are equal. In other words, in additional revenue of larger quantity are greater than its additional cost, more profit can be made by producing more. However, if the additional revenue of the larger quantity are less than its additional cost, a larger profit can be made by producing less. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് മാർജിനൽ അനാലിസിസ് എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാർജിനൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിന് അഡീഷണലായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ അഡീഷണൽ ആയിട്ടുള്ള ആ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചിട്ട് അത് നമ്മൾ സെയിലബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിനെയാണ് അഡീഷണൽ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അഡീഷണൽ കോസ്റ്റും അഡീഷണൽ റവന്യൂസും നമ്മൾ കമ്പാരിസൺ നടത്തിയാൽ ആ ഒരു അഡീഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനെയാണ് മാർജിനൽ കോസ്റ്റ് ഓർ മാർജിനൽ റവന്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ മാർജിനൽ അനാലിസിസ് കോമൺ ആയിട്ട് മാർജിനൽ അനാലിസിസ് എന്ന് പറയും. അപ്പോൾ ഈ മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവും തമ്മിൽ കമ്പാരിസൺ നടത്തിയാൽ മാർജിനൽ റവന്യൂസ് മാർജിനൽ കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതേസമയം മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ലെസ് പ്രൊഡക്ഷൻ നടക്കുന്ന ടൈമിലാണ് അവിടെ കൂടുതൽ റവന്യൂസ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് സെലക്ഷൻസ് ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിൽ മാർജിനൽ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നു. എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻസ് വേണം എന്നൊക്കെയുള്ള കാര്യത്തിൽ. സെക്കൻഡ് അപ്ലിക്കേഷനാണ് സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രൊഡക്റ്റ് മിക്സ്. ഇപ്പോൾ പ്രൊഡക്റ്റ് മിക്സ് എന്താണെന്നറിയാം. ഒരു ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് മിക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദ മാനേജ്മെൻറ്റ് ഓൾവേസ് ലുക്സ് ഫോർ ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ്. ദറ്റ് മീൻസ് ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് മീൻസ് എ വൺ വിച്ച് ഈൽഡ് മാക്സിമം പ്രോഫിറ്റ്. ദ തിയറി ഓഫ് കോൺട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് ഇൻ പ്രൊഡക്റ്റ് മിക്സ് ഡിസിഷൻ. നമ്മൾ എക്കണോമിക്സിലെ തിയറി ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന തിയറംസ് ആണ് ഈ പ്രൊഡക്റ്റ് മിക്സ്, ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് ഫിക്സേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്കണോമിക് തിയറീസാണ് തിയറി ഓഫ് കോൺട്രിബ്യൂഷൻ.
ഈ തിയറി ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റ് മിക്സിലുള്ള ഓരോ പ്രൊഡക്റ്റുകളും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻസിൻ്റെ പ്രോഫിറ്റിന് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റും കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതിൻ്റെ ആകെ തുകയായിരിക്കും ആ പ്രൊഡക്റ്റ് മിക്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻസിൻ്റെ ആകെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒപ്റ്റിമം ലെവലിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആകുന്ന പ്രൊഡക്റ്റ് മിക്സ് നമ്മൾ ഫിക്സേഷൻ നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഓരോ പ്രൊഡക്റ്റ് മിക്സിലെ ഓരോ പ്രൊഡക്റ്റും നമ്മുടെ പ്രോഫിറ്റിലേക്ക് എത്ര കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്ന തിയറംസാണ് തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൽ തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻ നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നു എന്തിനു വേണ്ടിയിട്ട്? സ്യൂട്ടബിൾ പ്രൊഡക്റ്റ് മിക്സ് ഫിക്സേഷൻ നടത്താൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് സെലക്ഷൻ ഓഫ് മെത്തേഡ് ഓഫ് production. Whatever may be the method of production, the total cost must be minimum. In selecting the best method of production, management can apply economic theories like contribution, production function, etc. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്താണെന്ന്. അതിന് പുറമേയുള്ളതാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്കത് പഠിക്കാനുണ്ട് വരുന്ന ചാപ്റ്റേഴ്സുകളിൽ. പ്രൊഡക്ഷൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ യൂണിറ്റ്സ് അല്ലെങ്കിൽ അതിന് ഒരുപാട് റിസോഴ്സസുകൾ ആവശ്യമായിരിക്കും. ആ റിസോഴ്സസിൻ്റെ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന അല്ലെങ്കിൽ ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന തിയറംസാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്, അതായത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും അതിൻ്റെ ഫങ്ഷണൽ റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ ഒരു ഇക്വേഷൻസ് ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരു പ്രൊഡക്റ്റിന് എത്രത്തോളം റിസോഴ്സസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ എക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ അതിന് റോ മെറ്റീരിയൽ ആവശ്യമാണ്, ലേബേഴ്സ് ആവശ്യമാണ്, അതേപോലെ മെഷീനറി ആവശ്യമാണ്. ഈ മൂന്നെണ്ണമാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ലേബേഴ്സിൻ്റെയും മെഷീനറിയുടെയും റിസോഴ്സസ് റോ മെറ്റീരിയൽ യൂസേജ് ചെയ്യുന്നതിൻ്റെയും എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ അതിനൊരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഫോം ചെയ്യും പ്രൊഡക്ഷൻ ഫങ്ഷനിലൂടെ. എഫ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും പ്രാധാന്യത്തിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ഫങ്ഷൻ റിലേഷൻഷിപ്പിൽ ഓരോ റിസോഴ്സസിൻ്റെയും കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് എത്രയാണെന്നൊക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനനുസരിച്ചിട്ട് നമുക്ക് ബെസ്റ്റ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ് പ്രൊഡക്റ്റ് ലൈൻ ഡിസിഷൻ. നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന നമ്പർ ഓഫ് പ്രോബ്ലംസാണ് നമ്മൾ ഏതൊക്കെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ ഏതൊക്കെ നമുക്ക് ഒഴിവാക്കണം, ഏതൊക്കെ നമുക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യേണ്ടിയിരിക്കണമെങ്കിൽ അഡീഷണലായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഇനി അതിൻ്റെ പ്രപ്പോർഷൻ, നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്ന വോളിയൂം ഓഫ് പ്രൊഡക്റ്റിൻ്റെ പ്രപ്പോർഷൻ ആ പ്രപ്പോർഷൻ എങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പ്രൊഡക്റ്റ് മിക്സിൻ്റെ ഒക്കെ പറഞ്ഞതുപോലെ പ്രൊഡക്റ്റ് ലൈനിലും നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റാണ് കൂടുതലായിട്ട് ഏണിങ് അല്ലെങ്കിൽ ഈൽഡ് ജനറേറ്റ് ചെയ്യുന്നത് അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുക. പക്ഷേ മാർക്കറ്റ് കണ്ടീഷനും മറ്റു കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ പ്രൊഡക്റ്റും ഒറ്റയടിക്ക് വിഡ്രോ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ അല്ലാത്ത അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാത്ത പ്രൊഡക്റ്റ് നമുക്ക് പിൻവലിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ്, ഈ ക്രൂഷ്യൽ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് മാനേജീരിയൽ എക്കണോമിക്സിലെ പല ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ തിയറംസും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മിക്സിൽ പറഞ്ഞതുപോലെ തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഒരു ന്യൂ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണ്ടോ എന്നാണ്. അപ്പോൾ അതിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന കോസ്റ്റ്. ആ ഒരു പ്രൊഡക്റ്റ് അഡീഷണലായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, അതായത് ഒരു പ്രൊഡക്റ്റ് പുതിയ ടൈപ്പ് പ്രൊഡക്റ്റാണ്, ന്യൂ പ്രൊഡക്റ്റാണ്, ആ ന്യൂ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന കോസ്റ്റ്, അതേപോലെ അത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂ, ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻസിൽ. ഈ തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ, കോൺട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ് ആണെങ്കിൽ ദ പ്രൊഡക്റ്റ് ഷുഡ് ബി ആഡഡ്, അതർവൈസ്
ഇറ്റ് ഈസ് ഡ്രോപ്പ് ഔട്ട് ഫ്രം ദി പ്രൊഡക്റ്റ് ലൈൻ. ഇതാണ് അതിൻ്റെ കണ്ടീഷൻസ് വരുന്നത്. ഒരു പ്രൊഡക്റ്റ് ലൈൻ ഡിസിഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഡിസിഷന് തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻ ഒരു പരിധിവരെ മാനേജ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ആണ് ഡിറ്റർമിനേഷൻസ് ഓഫ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഇൻ ഡിറ്റർമൈനിങ് the optimum price and quantity, the management can apply such economic theories as price theories, demand theories, concept of elasticity, law of diminishing marginal utility, law of times perspective, etc. അടുത്ത ഒരു പ്രോബ്ലംസ് ആണ് മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അതേപോലെ ക്വാണ്ടിറ്റിയും എത്രയാണ്, അല്ലെങ്കിൽ എത്ര പ്രൊഡക്ഷൻ നടത്തണം, എത്ര പൈസയ്ക്ക് നമ്മളത് മാർക്കറ്റിൽ വിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുക എന്നുള്ളത്. അപ്പോൾ അടുത്ത കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതിൽ ഒപ്റ്റിമം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു ഓർഗനൈസേഷൻസിൻ്റെ സക്സസ്. എത്രയാണോ അതിൻ്റെ ഡിമാൻഡ് അതിനനുസരിച്ചിട്ട് മാത്രമേ പ്രൊഡക്ഷൻസ് നടത്താൻ പാടുള്ളൂ. അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പം ആ ഡിമാൻഡ് എപ്പോഴും പ്രൈസ് റിലേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സും അല്ലെങ്കിൽ മറ്റൊരു ഡൈനാമിക് എൻവയോൺമെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ നമ്മളെ കസ്റ്റമേഴ്സിനെ നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒപ്റ്റിമം പ്രൈസ് ലെവലായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒപ്റ്റിമം പ്രൈസ് ലെവൽ നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബേസിൽ. അതിന് ഒരുപാട് ലോട്ട് ഓഫ് തിയറംസ് ഇൻ മാനേജറിയൽ എക്കണോമിക്സിലെ ഒരുപാട് തിയറംസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. കൂടുതലും നമുക്ക് പഠിക്കാനുള്ളതാണ്. നിങ്ങൾ പലതും +1 +2 ഒക്കെ പഠിച്ചതാണ്. അതാണ് പ്രൈസ് തിയറി, അതേപോലെ ഡിമാൻഡ് തിയറി, ലോ ഓഫ് ഡിമാൻഡ്, അതുപോലെ കൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടേംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ടൈം പെർസ്പെക്റ്റീവ് കോൺസെപ്റ്റ്, ഇങ്ങനെ പറയുന്ന പല സിസ്റ്റംസ് അല്ലെ പല എക്കണോമിക് തിയറീസും ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് ഓർഗനൈസേഷൻസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഡിസിഷൻ ഓൺ പ്രൊമോഷണൽ സ്ട്രാറ്റജി ഓർ ഡിസിഷൻ ഓൺ അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ. In order to determine the optimum advertising budget, it becomes necessary for a firm to measure the responsiveness of sales to advertising along with the measures of the added cost of production of a large volume. ഓർഗനൈസേഷൻസ് ഫേസ് ചെയ്യുന്ന അടുത്ത പ്രോബ്ലമാണ് അഡ്വർടൈസിങ് ചാനൽ അല്ലെങ്കിൽ പ്രൊമോഷണൽ സ്ട്രാറ്റജി ഫിക്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ പീരീഡിൽ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ മാർക്കറ്റിൽ വരുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ മേജർ കോസ്റ്റും അതിൻ്റെ പ്രൊമോഷണൽ സ്ട്രാറ്റജിയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ പ്രൊമോഷണൽ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഹ്യൂജ് പ്രൈസൊക്കെ മാർക്കറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജിക്കനുസരിച്ചിട്ട് നമ്മൾ ചിലവഴിക്കുന്ന പൈസയ്ക്കനുസരിച്ചിട്ട് കൃത്യമായിട്ട് നമ്മുടെ സെയിൽസ് വോളിയസിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ സെയിൽസ് വോളിയത്തിൽ വരുന്ന ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ അതിന് എത്രത്തോളം ഫേവറബിളായിട്ട് അതിനെ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ടായിരിക്കും അഡ്വർടൈസ്മെൻറ്റ് ബജറ്റ് ഓർഗനൈസേഷൻസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ അതിന് ചിലവഴിക്കുന്ന കോസ്റ്റ് എത്രയാണ്, നമുക്ക് ആ കോസ്റ്റ് ചിലവഴിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന അഡീഷണൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻക്രീസിങ് സെയിൽസ് വോളിയം എത്രയാണ്, ഇത് തമ്മിലുള്ള കമ്പാരിസൺസിലൂടെയാണ് അഡ്വർടൈസ്മെൻറ്റിന് നമ്മൾ പണം ചിലവഴിക്കുന്നത്. അപ്പോൾ ഇത് അനലൈസ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ടാസ്ക്കാണ് മാനേജ്മെൻറ്റിന് മുമ്പിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സ് തിയറംസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. Like example, concept of elasticity, equi-marginal principle, theories of contribution, etc. can be applied. അപ്പോൾ ഈ ഒരു തിയറീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമുക്കറിയാം, നമ്മുടെ ചേഞ്ചസ് വരുന്നത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അത് പഠിക്കാനുണ്ട് വിശദമായിട്ട്. അതുപോലെ ഇക്വി-മാർജിനൽ പ്രിൻസിപ്പിൾസ്, തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പറയുന്ന എക്കണോമിക് തിയറംസ് ഒക്കെ ഈ ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജി ഡിസിഷൻസിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് ഒപ്റ്റിമം ഇൻപുട്ട് കോമ്പിനേഷൻ. മറ്റൊരു ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത് ഒപ്റ്റിമം ഇൻപുട്ട് കോമ്പിനേഷൻ.
അപ്പോൾ ഒപ്റ്റിമം ഇൻപുട്ട് കോമ്പിനേഷൻ നിങ്ങൾ അതിൻ്റെ പേരിൽ തന്നെ അറിയാം, നമ്മുടെ അവൈലബിൾ ആയിരിക്കുന്ന റിസോഴ്സസ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അല്ലെ ഒപ്റ്റിമം യൂസേജ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒപ്റ്റിമം യൂസേജിലൂടെ മാത്രമേ നമുക്ക് കൂടുതൽ നമ്മുടെ ഓർഗനൈസേഷൻസിൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇൻപുട്ട് ഒപ്റ്റിമം കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിമം ഇൻപുട്ട് കോമ്പിനേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക? ഇത് നമ്മുടെ മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലംസ് ആണ്. ഈ ടൈമിൽ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഇതുപോലത്തെ പല എക്കണോമിക് തിയറംസും നമ്മൾ ഈ ഒരു സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചൂസിങ് ദി ഒപ്റ്റിമം ഇൻപുട്ട് കോമ്പിനേഷൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ് realize on the law of variable proportion, production functions, etc. Next another one, optimum combinations പോലെ തന്നെ അടുത്ത സ്റ്റെപ്സ് ആണ് allocations of the resources. നമ്മൾ എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സിലെ ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞിരുന്നു 2 പ്രോബ്ലംസ് ആണ് ബേസിക്കലി എക്കണോമിക് തിയറംസിൻ്റെ വരുന്നത്. അതായത് ഹ്യൂമൻ നീഡ്സ് ആൻഡ് ഡിസയർ ആർ അൺലിമിറ്റഡ് ബട്ട് ദ റിസോഴ്സസ് ഈസ് ലിമിറ്റഡ്. അപ്പോൾ ഈ അലോക്കേഷൻ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഈ അലോക്കേഷൻസ് ഓഫ് ദ റിസോഴ്സസ് ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. നമ്മളെ അടുത്തുള്ള റിസോഴ്സസിന് ഒരുപാട് യൂട്ടിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് യൂസേജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ യൂസേജ് ഉള്ള റിസോഴ്സസിനെ നമ്മൾ എങ്ങനെയാണ് അത് ഏതിലേക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ വേ എന്താണ് എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അത് അനലൈസ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കണം? ഓൾറെഡി ആ അലോക്കേഷൻസ് ഓഫ് റിസോഴ്സസിൻ്റെ അല്ലെ റിസോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് വളരെ കുറവും നമുക്കതിന് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം കൂടുതലും ആയിരിക്കണം. ഇതാണ് അലോക്കേഷൻസ് ഓഫ് റിസോഴ്സസിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ആപ്ലിക്കേഷൻസ് തിയറംസും ഉണ്ട്, എക്കണോമിക്സ് തിയറംസ്. ദാറ്റ് മീൻസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസെപ്റ്റ്, ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ, ലീനിയർ പ്രോഗ്രാമിംഗ് പോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് അല്ലെ എക്കണോമിക്സ് തിയറംസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു റിസോഴ്സസ് അതൊരു പർട്ടിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചു. പക്ഷേ അതേ റിസോഴ്സസ് ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റും കൂടിയും ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ആദ്യത്തെ പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തത് അതിന് വേണ്ടിയിട്ട് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ രണ്ടാമത്തെ ആ പ്രൊഡക്റ്റിന് ഉപയോഗിക്കാനുള്ള ചാൻസ് ഇല്ലാതെ. അപ്പോൾ ഈ നഷ്ടത്തിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നെക്സ്റ്റ് ബെസ്റ്റ് അതിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സിന് നമ്മൾ ചിലവഴിച്ചിരുന്നെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്ന ഇൻകം ജനറേഷൻസ് എന്തായിരുന്നു എന്ന്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാക്സിമം റിട്ടേൺസ് കിട്ടുന്നതിൽ അലോക്കേഷൻസ് ചെയ്യലാണ് ഈ റിസോഴ്സസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഒന്നത്. പിന്നെ അതേപോലെ ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾസ് അതും നമുക്ക് പഠിക്കാനുണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ലീനിയർ പ്രോഗ്രാമിംഗ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലുള്ള റിസോഴ്സസ് അലോക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എക്കണോമിക്സ് തിയറംസിലുള്ള ഈ തിയറംസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു ബെസ്റ്റ് സ്യൂട്ടബിൾ അലോക്കേഷൻസ് ഓഫ് റിസോഴ്സസ് നടത്താൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് അപ്ലിക്കേഷൻസ് ആണ് റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻ. അടുത്ത ഒരു ബിഗ് പ്രോബ്ലംസ് ആണ് നമ്മുടെ അസറ്റുകൾ അല്ലെങ്കിൽ മെഷീനറി എക്യുപ്മെൻറ്റ്സൊക്കെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ വാങ്ങിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റ്സ് വളരെ ലേറ്റായിട്ട്, ഇപ്പോൾ മാക്സിമം ഉപയോഗിച്ച് വളരെ ലേറ്റായിട്ട് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു റീസണബിൾ ടൈം നമ്മൾ അത് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻസ് കൃത്യമായിട്ട് നമ്മൾ നടത്താവൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അസറ്റ് റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്കണോമിക്സിലെ ഒരുപാട് തിയറംസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസിഷൻ അതായത് ആപ്റ്റ് ടൈമിൽ അല്ലെങ്കിൽ റൈറ്റ് ടൈമിൽ നമ്മുടെ ഈ മെഷീനറി എക്യുപ്മെൻറ്റ്സും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസറ്റ്സുകളൊക്കെ റീപ്ലേസ് നടത്താൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ഡിസിഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന എക്കണോമിക്സ് തിയറംസ് ആണ് തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസെപ്റ്റ് എക്സെട്ര. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻസ് ഒക്കെയാണ് റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻ ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ആണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണോ അതല്ല അല്ലെങ്കിൽ അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണോ എന്നൊക്കെയുള്ള ഡിസിഷൻ ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മേക്ക് ഓർ ബൈ ഡിസിഷൻസ് എന്ന് പറയാം.
അതായത് മാനുഫാക്ചർ എ കമ്പോണൻറ്റ് വിത്തിൻ ദി ഫാക്ടറി ഓർ ദ ബൈ ഫ്രം ഔട്ട്സൈഡ് ദ സപ്ലൈർ. ഇറ്റ് ഈസ് ഡിസൈഡഡ് യൂസിങ് ദി തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻ, മാർജിനൽ അനാലിസിസ് എക്സെട്ര. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തൊക്കെ ഈ മോട്ടോർ വെഹിക്കിൾസും അതുപോലെ കാർ പ്രൊഡക്റ്റുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ്, ചെറിയ ചെറിയ നെറ്റ്സ് ബോൾട്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഈ നെറ്റ്സ് ബോൾട്സ് പോലത്തെ സാധനങ്ങൾ നമ്മൾ ആ കമ്പനിയിൽ നിന്ന് തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണെങ്കിൽ അതിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതല്ല, ആ ഒരു നെറ്റ്സ് ബോൾസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് മേജർ പോർഷൻസ് അല്ലെങ്കിൽ എൻജിൻ്റെ ഒക്കെ മേജർ പോർഷൻസ് മാത്രം കമ്പനിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക, ബാക്കിയുള്ള നെറ്റ്സും ബോൾസും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക എന്നുള്ള ഡിസൈഡ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഡിസിഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അഥവാ ഈ ഒരു ആക്സസറീസ് നമ്മുടെ ഈ ഫാക്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കേണ്ട കോസ്റ്റ് എത്രയാണ്, അതേസമയം അത് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എത്ര കോസ്റ്റ് ആവും. കാരണം ഈ നെറ്റ്സും ബോൾസും മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് ലാർജ് വോളിയം പ്രൊഡക്ഷൻസ് അവർ നടത്തും. അതേസമയം ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻസിന് കുറച്ച് വോളിയം മാത്രമല്ല, കുറച്ച് ആക്സസറീസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ കുറഞ്ഞ ആക്സസറിക്ക് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് മെഷീനറി എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് വിത്ത് ദ ബൈയിങ് ഓഫ് ദാറ്റ് പ്രൊഡക്ട്സ് ഇൻ ദി മാർക്കറ്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള അത് വാങ്ങണോ അതല്ല നമ്മളെടുത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണം, ഈ ഒരു ഡിസിഷൻ ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മാനേജീരിയൽ എക്കണോമിക്സിലെ തിയറംസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് മാർജിനൽ കോസ്റ്റ്, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഈ പറയുന്ന ടേംസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻ, ഇതൊക്കെയാണ് മാനേജീരിയൽ എക്കണോമിക്സിലെ തിയറംസ്. ഈ ഒരു സിറ്റുവേഷൻസിൽ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അല്ലെ മാനേജീരിയൽ എക്കണോമിസ്റ്റ് ഉപയോഗിക്കുന്ന തിയറംസ്. നെക്സ്റ്റ് അപ്ലിക്കേഷൻസാണ് ഷട്ട് ഡൗൺ ഡിസിഷൻ. ഷട്ട് ഡൗൺ എന്നുള്ള പേരിൽ തന്നെ കാണാം, നമ്മുടെ കമ്പനി പൂട്ടണോ അല്ലെ ഓർഗനൈസേഷൻ പൂട്ടണോ അല്ലെങ്കിൽ അത് തുടരണോ എന്നുള്ള തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഷട്ട് ഡൗൺ ഡിസിഷൻസ് വരുന്നത്. Generally, under certain circumstances, the management may be forced to take a decision whether to operate off the business or shut down the business. The firm can eliminate variable cost but not the fixed cost. മേക്ക് എ ഷട്ട് ഡൗൺ ഡിസിഷൻ. അതായത് ഒരു ഫേംസ് വർക്ക് ചെയ്യണോ അതല്ല അത് പൂട്ടണോ, കമ്പനി വൈൻഡപ്പ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻസ് എടുക്കേണ്ട സർക്കംസ്റ്റൻസസ് ഒക്കെ മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ വരാറുണ്ട്. അപ്പോൾ എന്തിൻ്റെ ബേസിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വരുന്ന ചിലവുകൾ പോലും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത സിറ്റുവേഷൻസിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലയളവിന് ശേഷം നമ്മുടെ ബസ് ഓപ്പറേറ്റേഴ്സിനൊക്കെ ബസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കും. പക്ഷേ കുറച്ച് കാലയളത്ത് ഫസ്റ്റ് ടൈമിൽ കുറച്ച് ബസ് ഉടമകളൊക്കെ ബസ് ഇറക്കി. പക്ഷേ ഒരു വീക്കൊക്കെ അവർ റൺ ചെയ്തതിന് ശേഷം പിന്നെ അവർ സ്വമേധയാ നിർത്തി. അതിൻ്റെ റീസൺസ് അവർ പറയുന്നത്, ഒരു ദിവസം അവർക്ക് റൺ ചെയ്താൽ കിട്ടുന്ന അല്ലെങ്കിൽ ചിലവാകുന്ന കോസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള വരുമാനം പോലും അവർക്ക് കിട്ടുന്നില്ല പാസഞ്ചേഴ്സിൻ്റെ അടുത്ത്. അതായത് പാസഞ്ചേഴ്സ് ഇല്ല. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ തലശ്ശേരിയിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോടേക്ക് പോകുന്ന ഒരു ബസ്സാണെങ്കിൽ അതിൻ്റെ ഫ്യൂവൽ ചാർജിൽ ഒരു കുറവുണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെ റണ്ണിങ് കിലോമീറ്റേഴ്സ് കുറയുന്നില്ല. അതുപോലെ ബസ് ഡ്രൈവേഴ്സിനും ക്ലീനറും കണ്ടക്ടർക്കൊക്കെ കൊടുക്കുന്ന ചാർജ് കുറയുന്നില്ല. ഇതൊന്നും വ്യത്യാസം വരുന്നില്ല. പക്ഷേ അതിൽ കയറുന്ന ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ യാത്രക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഈ ചിലവാകുന്ന കോസ്റ്റ് അത് മീറ്റ് ചെയ്യാൻ ആ ഒരു വരുമാനം അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്, അവർ പിന്നീട് ഇറക്കാം. ഇതേപോലെ ഒരു ഓർഗനൈസേഷൻസ് നമ്മൾ റൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വരുന്ന കോസ്റ്റ് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ പ്രോഫിറ്റിനെങ്കിൽ ആ കമ്പനി പിന്നീട് ആ ഓർഗനൈസേഷൻ പിന്നീട് റൺ ചെയ്യുന്നത് കൊണ്ട് അർത്ഥമില്ല. അപ്പോൾ അത് ഷട്ട് ഡൗൺ ചെയ്യലായിരിക്കും ബെസ്റ്റ് വണ്ണായിട്ടുണ്ടാകും. അതേസമയം ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റാണ്, അല്ലാണ്ട് ഫിക്സഡ് കോസ്റ്റ് അല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെയാണ് ഷട്ട് ഡൗൺ ഡിസിഷൻസ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഈ പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്കണോമിക് തിയറംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അത് പ്രൊഡക്ഷൻ ഫങ്ഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം പെർസ്പെക്റ്റീവ്,
ഇതുപോലത്തെ ഇങ്ങനെയുള്ള തിയറംസാണ് ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിൽ എക്കണോമിസ്റ്റ് ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറ് ഈ അവോയ്ഡബിൾ കോസ്റ്റ് ഇങ്ങനെയാണ് പറയാറ്. ഇഫ് ദ ഷട്ട് ഡൗൺ ഡിസിഷൻസ് ആർ ടേക്ക് ഇഫ് ഇറ്റ്സ് റവന്യൂ ഈസ് ലെസ് ദാൻ ഇറ്റ്സ് അവോയ്ഡബിൾ കോസ്റ്റാണ്. അതായത് നമുക്ക് എന്താണ് നമ്മുടെ കോസ്റ്റ് അല്ലെ റണ്ണിങ് കോസ്റ്റ് പോലും അതിൻ്റെ റവന്യൂ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റൻസസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തിയറംസാണ് തിയറീസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം പെർസ്പെക്റ്റീവ് മുതലായവ. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ സർക്കംസ്റ്റൻസസിൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് കണ്ടക്ട് ചെയ്യാറ്. നെക്സ്റ്റ് കേസാണ് ഡിസിഷൻ ഓൺ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അടുത്ത ഡിസിഷൻ മേക്കിംഗ് ഏരിയ ആണ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അതായത് നമ്മുടെ ഓർഗനൈസേഷൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്സ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഏതെങ്കിലും റോ മെറ്റീരിയൽസൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യണോ, ഇതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കമ്പാരിസൺസ് ഒക്കെ നടത്തിയിട്ടാണ്. അത് പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രമാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു കമ്പാരിസൺസിനും മറ്റൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡിസിഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജീരിയൽ എക്കണോമിക്സിലെ തിയറംസ് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. ടെക്സ്റ്റ് എക്സാമ്പിളാണ് തിയറി ഓഫ് കമ്പാരറ്റീവ് കോസ്റ്റ്. കമ്പാരറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു 2-3 ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണെങ്കിൽ ആ ഓരോ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും നമുക്ക് അത് അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ അത് നമ്മൾ ആ ഒരു കോഴ്സ് ഓഫ് ആക്ഷനാണ് നമ്മൾ ഡിസൈഡ് ചെയ്തതെങ്കിൽ നമുക്ക് വരുന്ന ചിലവ് നമ്മുടെ കോസ്റ്റ് എത്രയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഇങ്ങനെ ഓരോ ഓൾട്ടർനേറ്റീവും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അനാലിസിസിൻ്റെ കൂടെ ആ ഓരോ അനാലിസിസിൻ്റെയും റിസൾട്ട് നമുക്ക് കമ്പാരിസൺ നടത്തിയിട്ട് അതിൽ ബെസ്റ്റ് ചോയ്സ് ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ഉപയോഗിക്കുന്ന എക്കണോമിക്സ് തിയറീസാണ് തിയറീസ് ഓഫ് കമ്പാരറ്റീവ് കോസ്റ്റ് എന്നുള്ളത്. ഇപ്പോൾ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ബിസിനസ് ഓർഗനൈസേഷൻസിൽ അപ്ലൈ ചെയ്യുന്ന തിയറംസാണ്. ഈ ഒരു തിയറംസ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാറുള്ളത്. നെക്സ്റ്റ് ആണ് ലൊക്കേഷൻ ഡിസിഷൻസ് എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ഏരിയ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇൻ മാനേജ്മെൻറ്റ് ഇൻ ദ ഓർഗനൈസേഷൻസ് ആണ്. ഓർഗനൈസേഷൻസിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കുക മാനേജ്മെൻറ്റ് തീരുമാനമെടുക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ലൊക്കേഷൻ ഡിസിഷൻസ് എന്നുള്ളത്. അതായത് നമുക്കറിയാം നമ്മുടെ വെയർ ഹൗസ് ലൊക്കേഷൻ, അതുപോലെ ഓഫീസ് ലൊക്കേഷൻ, ഷോപ്പിൻ്റെ അല്ലെങ്കിൽ സെയിൽ ഔട്ട്ലെറ്റിൻ്റെ ലൊക്കേഷൻ, ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ പ്രോംപ്റ്റ് ആയിരിക്കണം. ആ പ്രോംപ്റ്റ് ഡിസിഷൻസ് ആണ് അല്ലെങ്കിൽ ആ ലൊക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ റണ്ണിങ്ങിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് പ്രൊമോഷനൊക്കെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മാറ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ലൊക്കേഷൻ ഡിസിഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ റിസോഴ്സ് അലോക്കേഷൻസിൻ്റെയും അതേപോലെ തന്നെ ആ ഒരു ലൊക്കേഷൻസിൻ്റെ പ്രാധാന്യം ഇങ്ങനെയുള്ള പല എക്കണോമിക് തിയറംസും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ലൊക്കേഷൻസിൻ്റെ അല്ലെങ്കിൽ ഏത് ലൊക്കേഷനാണ് ബെസ്റ്റ് വൺ എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവും, ആദ്യമേ ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് രത്തൻ ടാറ്റ ജംഷഡ്പൂരിലാണ് ആദ്യമായിട്ട് എന്ത് തുടങ്ങിയത്, അവരുടെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. അപ്പോൾ ആ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ജംഷഡ്പൂരിൽ തന്നെ അയാൾ തുടങ്ങാനുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് റിലേറ്റഡ് ആണ്. അതായത് ഇരുമ്പയിരിൻ്റെ ഖനനം നടത്തുന്ന അടുത്ത പ്രദേശത്ത് നിന്ന് ഇരുമ്പയര് അവരുടെ റിസോഴ്സസ് എത്രയും പെട്ടെന്ന് കിട്ടാനുള്ളൊരു കേസുണ്ട്. അതിൽ 24/7 ടൈമിൽ പവർ സപ്ലൈ ചെയ്യാനുള്ള പവർ ജനറേഷൻ കമ്പനി അടുത്തുണ്ട്. അതുപോലെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ അഡ്വാൻറ്റേജ് ജംഷഡ്പൂരിന് ഉള്ളത് കൊണ്ടാണ് രത്തൻ ടാറ്റ എന്ത് ചെയ്തത് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആദ്യമായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുകയും എവിടെ തുടങ്ങിയത് ഈ ഒരു ലൊക്കേഷൻസിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൊക്കേഷൻസ് നമ്മൾ ഒരു ഓർഗനൈസേഷൻസിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും അത് ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് ആണെങ്കിലും വെയർ ഹൗസ് ആണെങ്കിലൊക്കെ അതിന് നമ്മൾ ഒരുപാട് അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ വെയർ ഹൗസിൽ നിന്ന് ഒരിക്കലും വളരെ
ഫാർ ഡിസ്റ്റൻസ് ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ സെയിൽസ് ഔട്ട്ലെറ്റിലേക്ക്, പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് വെയർ ഹൗസിലേക്ക് ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അതൊക്കെ റീസണബിൾ ആയിരിക്കണം. ആ റീസണബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻസിലാണുള്ളതെങ്കിൽ അതിന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റൊക്കെ ഒരു പരിധി വരെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ചെറുവാഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ കല്ല് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ആ കല്ല് വെട്ടുന്ന അവിടെ പോയിട്ട് നമ്മൾ കല്ല് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് 19 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ കല്ല് കിട്ടും. അതേസമയം അവിടെ നിന്നൊരു 10 കിലോമീറ്ററുള്ള ചുറ്റളവിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻസ് ചെയ്തിട്ടാണ് ആ കല്ല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് 36 രൂപ 37 രൂപ ഒക്കെ വരുന്നു. അപ്പം 20 രൂപയുള്ള സാധനം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോഴേക്ക് അതിന് 16 രൂപയോളം ഒരു യൂണിറ്റിന് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ വരുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷൻസ് എന്താണ്, വളരെ കോസ്റ്റാണ് വരുന്നത്. അതിൻ്റെ പകുതി പോലും, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കോസ്റ്റിൻ്റെ ഏകദേശം അത്ര തന്നെ കോസ്റ്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആ റീച്ച് ഡെസ്റ്റിനേഷൻസിലേക്ക് എത്തുമ്പോൾ വരുന്നത്. ഇതേപോലെ തന്നെ ഒരു ലൊക്കേഷൻ, അത് പ്രൊഡക്ഷൻ സ്ഥലത്തിൽ നിന്ന് അത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഒരു ഡ്യൂറേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്തൊക്കെ അതിൻ്റെ പ്രൈസിനെ വളരെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ലൊക്കേഷൻ ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സിറ്റുവേഷൻസിൽ മാനേജീരിയൽ എക്കണോമിക്സിലെ പല തിയറംസും നമ്മൾ ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഏറ്റവും ഒപ്റ്റിമം കോസ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒപ്റ്റിമം കോസ്റ്റിൽ നമുക്ക് കാര്യങ്ങൾ നടത്താൻ വേണ്ടി പറ്റുന്ന രൂപത്തിലുള്ള ലൊക്കേഷൻ, അതൊരു വേ ആണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ കേസ് അത് മറ്റൊരു വേ. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഫാക്ടേഴ്സ്, ക്രൈറ്റീരിയാസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡിസിഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, അപ്ലിക്കേഷൻസ് ആണ് ലൊക്കേഷൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഇതാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. Utmost care should be taken while taking investment decision. The discounting principles, opportunity cost concept, theories of contribution can be used for making profitable investment decision. മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് ഏരിയയാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നമ്മുടെ ഫണ്ട് എവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഇപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിലെ പല തിയറംസും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് കണ്ടക്ട് ചെയ്യാറ്. ദാറ്റ് മീൻസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, നേരത്തെ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസെപ്റ്റ് എന്നുള്ളത്? ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസെപ്റ്റ്, തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻ, അത് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് എത്രത്തോളം കോൺട്രിബ്യൂഷൻസ് കിട്ടുന്നുണ്ട് എന്നൊക്കെ അനലൈസ് ചെയ്യുന്നതാണ് തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻ. അതേപോലെ തന്നെ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, നമുക്കറിയാം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഈ പ്രസൻറ്റ് ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ ഫ്യൂച്ചറിലാണ് നമുക്ക് റിട്ടേൺസ് കിട്ടുക. അപ്പോൾ ആ ഫ്യൂച്ചറിൽ കിട്ടുന്ന റിട്ടേൺസും പ്രസൻറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ കമ്പാരിസൺ നടത്തണം. അപ്പോൾ വിശദമായിട്ട് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് 1 ലക്ഷം രൂപ റിട്ടേൺസ് കിട്ടിയാൽ പോരാ. കാരണം ഇന്നത്തെ 1 ലക്ഷത്തിൻ്റെ വാല്യൂ 10 വർഷം കഴിഞ്ഞാൽ അന്നത്തെ 1 ലക്ഷത്തിന് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഇൻഫ്ലേഷൻ കൊണ്ട്, അല്ലെങ്കിൽ മണി വാല്യൂ ടൈം പാസേജ് ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ മണി വാല്യൂ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ആ ഒരു റിഡക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രസൻറ്റ് പൈസയെ, അല്ലെങ്കിൽ പ്രസൻറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് എത്ര റിട്ടേൺസ് കിട്ടണം എന്നൊക്കെ നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഇതാണ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയുന്ന എക്കണോമിക് തിയറംസ്. ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, അതേപോലെ തന്നെ കോസ്റ്റ് കൺസെപ്റ്റ്, തിയറീസ് ഓഫ് കോൺട്രിബ്യൂഷൻ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മാനേജീരിയൽ എക്കണോമിസ്റ്റ്, അതായത് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് കണ്ടക്ട് ചെയ്യാറ്. ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഏരിയകളിലും എക്കണോമിക്സ് തിയറംസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്യൂ വേർഡ്സ് മാത്രം, ഒരു 12 എണ്ണമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും, എക്കണോമിക്സ് തിയറീസ് ആർ യൂണിവേഴ്സലി അപ്ലിക്കബിൾ. ദിസ് ആപ്ലിക്കേഷൻ ഈസ് നോട്ട് ലിമിറ്റഡ് ടു ബിസിനസ് അലോൺ, but in all type of the organization the applications of economic theories
applicable for taking correct and accurate decision making process. That means the economic theories can be applied in all walk of human life. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ മേഖലകളിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മാനേജീരിയൽ എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമിക് തിയറംസ്, എക്കണോമിക് കോൺസെപ്റ്റ്, എക്കണോമിക് പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ദീസ് ആർ ദി ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസ് ഏരിയ ഓഫ് എക്കണോമിക് തിയറീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഒന്നുകൂടി പോയിൻ്റ് വൈസ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ കേസ് സെലക്ഷൻസ് ഓഫ് ദി പ്രൊഡക്റ്റ് ആണ്, ഡിസിഷൻ മേക്കിംഗ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ബാക്കിയാണ് ഈ കേസ് വരുന്നത്. സെലക്ഷൻ ഓഫ് ദി പ്രൊഡക്റ്റ്, സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രൊഡക്റ്റ് മിക്സ്, സെലക്ഷൻ ഓഫ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്റ്റ് ലൈൻ ഡിസിഷൻ, determinations of price and quantity, decision on advertise expenditure or promotional strategy, optimum input combination, allocations of the resources, replacement decision, make or buy decision, shutdown decision, decision on export or import, location decision, and capital budgeting or investment decision. These are the major applications of economic theories in decision making by management. Thank you to all.